പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. അനുഗ്രഹീതവും വിലയേറിയതുമായ നല്ല പ്രഭാത വേളയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മനോഹരമായ പ്രഭാതത്തിൽ നിങ്ങളുടെ അടുക്കൽ ഒരു പ്രാവശ്യം കൂടെ തിരുവചന സത്യവുമായി എത്തുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയാണ്. ഈ പ്രഭാതം എല്ലാവർക്കും അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പക്കൽ തന്ന ആശയം നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് മറ്റൊന്നുമല്ല, 3-ാം സങ്കീർത്തനം നാം വായിച്ച് പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, നീയോ യഹോവയെ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു എന്നുള്ളതാണ്. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാടാണ് ഈ വചനത്തിൽ കൂടെ നമുക്ക് തരുന്നത്. നമുക്കറിയാം, വിശ്വാസികളിൽ ഭൂരിഭാഗം ആൾക്കാരും തല കുനിച്ച്, ശിരസ് കുനിച്ച് നടക്കുകയാണ്. കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, പലരുടെയും മുൻപിൽ അവരുടെ ശിരസ് ഉയർത്തുവാൻ കഴിയാത്ത നിലയിൽ ബഹുവിധമായ വിഷയങ്ങളിൽ അവർ ഭാരപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ നിരാശപ്പെട്ടു പോകുന്നത്? അത് നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. നമ്മുടെ ദൈവം ആരാണ് എന്ന് നാം ഒന്ന് സത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാം നമ്മുടെ ശിരസ് കുനിച്ചിരിക്കുന്നവരായിട്ടല്ല, മറിച്ച് നമ്മുടെ ശിരസ് ഉയർത്തുന്നവനായിട്ടാണ്. നമ്മുടെ ദൈവത്തിൻ്റെ ഒരുപാട് ക്വാളിറ്റി, ഒരുപാട് നല്ല കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകം നമ്മെ രേഖപ്പെടുത്തുന്നുണ്ട്, നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാടിലേക്ക് ഞാനും നിങ്ങളും എന്നുവരെ മടങ്ങി വരുന്നില്ലയോ, അന്നുവരെ ദൈവത്തിൽ നിന്ന് വലിയതൊന്നും നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയുന്നതല്ല. ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ എഴുതി, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗാഡ് ആൻഡ് അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗാഡ്. ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. ഇനി പ്രതീക്ഷിക്കുക മാത്രമല്ല, ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുക. അപ്പം നമ്മളെല്ലാവരും ചെറിയ ചെറിയ കാര്യങ്ങളെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്നത് അവൻ നമ്മുടെ തല ഉയർത്തുന്ന ദൈവമാണ്. പ്രിയരെ, നമ്മുടെ വിഷയത്തിൽ ഏതെങ്കിലും കാരണവശാൽ ശിരസ് കുനിയപ്പെട്ടവരായി മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാതെ നിരാശാഭരിതരായി തീർന്ന സന്ദർഭങ്ങളാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളോട് സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം, നമ്മൾ ശിരസ് കുനിച്ചിരിക്കുന്നവരായിട്ടല്ല, മറിച്ച് നമ്മുടെ ശിരസ് നിവർന്നു തന്നെ നിൽക്കട്ടെ. കാരണം സർവശക്തനായ ദൈവമാണ് നമ്മളോട് കൂടെയുള്ളത്. അവൻ തേജോമയനായ ദൈവവും സർവശക്തനായ ദൈവവുമാണ്. ആ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്നാണ്. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവ എന്നാണ്. ഈ അണ്ഡകടാകങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിവുണ്ടെങ്കിൽ, പർവ്വതങ്ങളെ തുലാസിൽ തൂക്കുവാൻ കഴിവുണ്ടെങ്കിൽ, ആകാശത്തെ തൻ്റെ വാക്കുകൾ കൊണ്ട് നിർമ്മിച്ചൊരു തൂണ് പോലും ഇല്ലാതെ ആകാശത്തെ വിരിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, നമ്മുടെ ചെറിയ പ്രശ്നങ്ങളൊന്നും ദൈവത്തിന് ഒരു വകയല്ല. എന്നാൽ ഈ പ്രഭാതത്തിൽ പറയട്ടെ, നിൻ്റെ ഏത് വിഷയത്തിനും പരിഹാരം കർത്താവിൻ്റെ പക്കലുണ്ട്. ആ കർത്താവിൽ ഈ പ്രഭാതത്തിൽ നിനക്ക് ആശ്രയിക്കുവാൻ കഴിയുമോ? ദൈവത്തിൻ്റെ സർവ സാന്നിധ്യത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സർവ വ്യാപിത്വത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സർവ ജ്ഞാനത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സർവ വല്ലഭത്വത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയാതിരിക്കില്ല. കാരണം നാം ദൈവത്തിൻ്റെ ആ വലിപ്പം അനുസരിച്ചായിരിക്കണം നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തെ ഒരുപാട് നിസ്സാരവൽക്കരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കുവാൻ കഴിയാതെ പോകുന്നത്. ഈ പ്രഭാതത്തിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ പഴയ നിയമം ഒക്കെ വായിച്ച് പഠിച്ചാൽ
പ്രത്യേകിച്ചും പുതിയ നിയമത്തിലേക്ക് വന്ന ഒരു പദം ഞാൻ പറഞ്ഞു വരാം. പുതിയ നിയമത്തിൽ ദൈവരാജ്യം സ്വർഗരാജ്യം 2 പദങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ നിയമത്തിലും ഭക്തന്മാർ ദൈവത്തിന് പകരമായിട്ട് പല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ ആ അളവറ്റ ആ ശക്തി മനസ്സിലാക്കിയ ജനം എന്താ ദൈവത്തെ ദൈവമെന്ന് ഡയറക്റ്റ് പോലും വിളിക്കുവാൻ അവർ മടിച്ചത്. കാരണം ദൈവം അത്രമാത്രം ശക്തിയുള്ള ദൈവമാണ് എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രഭാതത്തിൽ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ദൈവത്തിൻ്റെ കരം കുറുതായിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം ചെവി മന്ദമായിട്ടില്ല. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന് നിൻ്റെ ശിരസിനെ ഉയർത്തി നിൻ്റെ സ്വജനത്തിൻ്റെ നടുവിൽ മാനിപ്പാൻ ദൈവത്തിന് കഴിയും. ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കാൻ കഴിയുന്ന ദൈവത്തെയാണ് സേവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ എവിടെയെങ്കിലും നിൻ്റെ ശിരസ് കുനിയപ്പെട്ടവളായി ഇരിക്കുകയാണോ? ഈ പ്രഭാതത്തിൽ ഈ സന്ദേശത്തിൻ്റെ മുൻപാകെ ദൈവത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ, ദൈവത്തോടൊന്ന് പറഞ്ഞ്, എൻ്റെ സഹായം ഈ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു എന്ന് ഒന്ന് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ നിൻ്റെ വിഷയത്തിന് മറുപടി തരാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല പ്രഭാത വേളയ്ക്കായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.